മിഥുനിലേക്ക് കൂടി പോയതിനു ശേഷം ധന്യ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരമൊരു നിർദ്ദേശം പോലീസിന് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് അതിജീവിതകളുടെ കേസുകൾ ഡിസ്പോസ് ചെയ്യപ്പെടുന്നത് എന്നാണ്. മിഥുൻ വിജയകുമാർ, സിദ്ദിഖ് എവിടെയാണ്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഈ നിയമത്തിന് കീഴടങ്ങിക്കൂടെ സിദ്ദിഖിന്? എന്തിനാണ് സിദ്ദിഖ് ഇങ്ങനെ പരക്കം പായുന്നത്? മിഥുൻ വിജയകുമാർ, യഥാർത്ഥത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തപ്പോൾ തന്നെ പാതി കുറ്റം സമ്മതിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് സിദ്ദിഖ് അവിടെ എത്തിയിരുന്നു. സിദ്ദിഖിനോടൊപ്പം ഈ പരാതിക്കാരി എത്തിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം സാഹചര്യ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സിദ്ദിഖിന് നിയമത്തിന് മുന്നിൽ കീഴടങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നതല്ലേ മിഥുൻ വിജയകുമാർ നല്ലത്? എന്തിനാണ് ഭയക്കുന്നത് ഈ സിസ്റ്റത്തെ? തീർച്ചയായും അരുൺ, സിദ്ദിഖ് എവിടെയുണ്ട്, സിദ്ദിഖ് എന്തുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നു എന്നതിന് ഉത്തരം പറയേണ്ടത് ഒന്നുകിൽ സിദ്ദിഖ് അല്ലെങ്കിൽ സിദ്ദിഖുമായി ബന്ധപ്പെട്ട ആളുകളാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ സിദ്ദിഖിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു ലീഗൽ സൈഡ് ഉണ്ട്, അതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് ഉണ്ട്, അതിനൊരു ഫാക്ച്വൽ സൈഡ് ഉണ്ട്. ഇപ്പൊ ഫാക്ച്വൽ സൈഡ് എനിക്കോ അരുൺകുമാറിനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പാനലിസ്റ്റിനോ അറിയില്ല. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന മൊത്തം തന്നെ അതിന്റെ ലീഗൽ സൈഡും അതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡുമാണ്. ഇതിന്റെ ലീഗൽ സൈഡിൽ ഇപ്പം തീർച്ചയായിട്ടും ലീഗൽ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു. ഒന്ന്, ചോദ്യം ചെയ്യാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഡിജിറ്റൽ ഗാഡ്ജറ്റ് അത് സീസ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് ഒക്കെ ഇത്രയും എളുപ്പം തേച്ച് മായ്ച്ച് കളയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മൾ ഈ ഒരു ചർച്ചയിലൂടെ പൊതുസമൂഹത്തിലേക്ക് വെക്കുന്ന ഒരു ആശയം. എനിക്ക് തോന്നുന്നു ഇത്രയധികം ഡിജിറ്റൽ ടെക്നോളജി വളർന്നു കഴിഞ്ഞൊരു കാലത്ത് മാത്രമല്ല അരുൺ, എനിക്ക് ചെറിയ എക്കോ വരുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയ റെഗുലേഷൻസ് ഒക്കെ ഇത്രയധികം സ്ട്രോങ് ആയി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഒരു നോഡൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ഗവൺമെന്റ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുകയാണ് സിദ്ദിഖിന്റെ ഒരു പഴയ ഡിവൈസ് നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സിദ്ദിഖ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് നമുക്ക് അതിന്റെ എന്താ പറയാ അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാവുകയാണ്. അതൊരു വലിയ ഒബ്സ്റ്റക്കിൾ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണോ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് ഒക്കെ സുഖമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ ഡിജിറ്റൽ ഫോറൻസിക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിൽ പോലീസ് അന്വേഷിക്കാത്തത്? ആ ഒരു രീതിയിൽ എന്ത് ഡെവലപ്മെന്റ് നടന്നു എന്നതുകൂടെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് വെറും ഒരു എന്താ പറയുക, സിദ്ദിഖിന്റെ കയ്യിൽ നിന്ന് ഡിവൈസ് പോയി കഴിഞ്ഞു അതുകൊണ്ട് മാത്രം ഇവിടെ ഒരു വലിയ ഒബ്സ്റ്റക്കിൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതിലേക്ക് കൂടുതൽ ക്ലാരിറ്റി വരുത്താനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡ് ചെയ്യാനോ ആണെങ്കിൽ പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒളിച്ചോടി നടക്കാതെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഈ നിയമവ്യവസ്ഥയോടൊപ്പം നിന്നുകൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സിദ്ദിഖ് തയ്യാറാവുകയല്ലേ വേണ്ടത്, ഒളിച്ചോടാതെ? ബാധ്യസ്ഥനാണ്, തീർച്ചയായും അദ്ദേഹം അതിന് ബാധ്യസ്ഥനാണ്. അതാണ് നിയമത്തിന്റെ ഒരു വശം അത് തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നിയമം പാലിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇവിടെ പൊളിറ്റിക്കൽ സൈഡ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എൽദോസ് കുന്നംപള്ളിയുടെ നേരെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പം അദ്ദേഹം ചെയ്തത് എന്താണ്? അപ്പൊ ഇന്ന് ഇരയ്ക്കൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ വേട്ടക്കാരനെ എതിർക്കുന്നവർ അവരുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവരവിടെ എടുക്കുന്ന പൊസിഷൻ വേറെ ആയിരിക്കും. സമാനമായ രീതിയിൽ തന്നെയാണ് എല്ലാ പാർട്ടിയും ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡിലേക്ക് വന്നിട്ട് അതിനൊരു ഒരു പൊളിറ്റിക്കൽ ഡൈസെക്ഷൻ നടത്താത്ത ഈ ഒരു വിഷയത്തെക്കുറിച്ച്. കാരണം ഓരോരുത്തരും അവരവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവരെടുക്കുന്ന നിലപാട് വ്യത്യസ്തമാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് 4-5 വർഷക്കാലം അതിന്മേൽ ഒരു നീക്കവും നടത്താതെ സർക്കാർ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അത് ഇന്നത്തെ ഹൈക്കോടതി വിധിയിൽ പോലും സ്പിനിക്സ് ലൈക്ക് സൈലൻസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഗുരുതരമായി സർക്കാരിനെ നിരന്തരം ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നടപടികളിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ പൊതുവെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തിൽ ഈ സർക്കാർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? അതിജീവിതകൾ മൊഴി നൽകിയാൽ ആ മൊഴിയിന്മേൽ മാറ്റം ആവശ്യപ്പെട്ടാൽ അതിന്മേൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണോ നമുക്ക് ചുറ്റുമുള്ളത് എന്ന് സംശയിച്ചു പോവില്ലേ സ്വാഭാവികമായും മിഥുൻ? തീർച്ചയായും അരുൺ, അങ്ങനെ ഒരു ഡിലേ, ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന ഡിലേ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുകളിൽ ആക്ഷൻ ആവാനുള്ള ഡിലേ, അതൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചയായിട്ട് തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ലീഗൽ സിസ്റ്റം ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് വിത്ത് ദ വിക്ടിം എന്ന് പറയുന്നിടത്ത് മീഡിയ ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഒരു പൊസിഷൻ എടുക്കുകയാണ്, ദിസ് ഇസ് ദ വിക്ടിം ആൻഡ് ദിസ് ഇസ് ദ ആക്ച്വലി ഒരു ക്രിമിനൽ ടാഗ് ആണ് അവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അക്യൂസ്ഡ് എന്നതിനുപരി അദ്ദേഹം ക്രിമിനൽ ആണ് എന്നൊരു അസംഷൻ വെച്ചുകൊണ്ടാണ് ചർച്ചകളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നാനാ പട്ടേക്കറിന്റെ കേസ് അറിയാം, അല്ലെങ്കിൽ ബോളിവുഡിൽ അങ്ങനത്തെ എത്രയോ പ്രസക്തമായ കേസുകൾ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ അക്യൂസ്ഡിനെ ഒരു ക്രിമിനലായി ചിത്രീകരിച്ച് പിന്നീട് അവർ നിഷ്കളങ്കരാണ് എന്ന് അറിയുന്ന നമുക്ക് ഒറ്റ സംശയമേ ഉള്ളൂ, താൻ കുറ്റക്കാരനല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ് സിദ്ദിഖ്? അരുൺ, ഞാൻ ഒരിക്കലും താങ്കൾ എന്താ പറയാ ഒരു സെന്റൻസ് ആയിട്ട് അത് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ
കിട്ടുന്ന ഒരു മീഡിയ പബ്ലിസിറ്റി അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ തന്നെ വായിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഇദ്ദേഹത്തെ പൊസിഷൻ ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? അപ്പൊ മീഡിയക്ക് ഇവിടെ ഒരു മീഡിയ ട്രയൽ നടത്തണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് മറ്റൊരു ആംഗിൾ കൊടുക്കുന്നു. ഓഫ് കോഴ്സ് താങ്കൾ അവിടെ ഒരു ക്രിമിനൽ എന്ന വാക്ക് മൂടിക്കെട്ടാനൊന്നും പറ്റില്ലല്ലോ മിഥുൻ. നമുക്ക് ആകെയുള്ളത് എന്താണ്? കോടതി വിധിയെ സ്വാധീനിക്കുകയോ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ബാധകമാകുന്ന തരത്തിലോ നമുക്ക് മീഡിയ ട്രയൽ ചെയ്യാൻ കഴിയില്ല. ബാക്കി മാധ്യമങ്ങൾക്ക് കോടതി വിധിയെ തന്നെ വിമർശിക്കാം, കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ ഇതിൽ ജനാധിപത്യ രാജ്യമല്ലേ മിഥുൻ? ഞാൻ അങ്ങനെയൊക്കെ വരാം. കെ എസ് അരുൺകുമാർ എന്തോ ജിൻഡോയ്ക്ക് മറുപടി കൊടുക്കാനുണ്ട്.